എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബിഗ് ബോസിൻ്റെ ലൈവ് ഒന്നും അല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ഞാൻ ബിഗ് ബോസ് കണ്ടന്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ അച്ഛൻ നോബിൾ ഫിലിപ്പ് ബിഷപ്പ് രേണുസുതിക്കെതിരെ കേസ് കൊടുത്തുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ചാണ് ഞാൻ ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ടായിട്ട് എപ്പോഴും സംസാരിക്കുള്ളൂ. കാരണം ഫിറോസിൻ്റെ കാര്യത്തിൽ പോലും ആണെങ്കിലും ഒരു വീട് പുള്ളിക്കാരൻ മാന്തി പൊളിച്ചൊക്കെ നമുക്ക് അത്ര ശരിയല്ല. അതുപോലെ മതിൽ കെട്ടിയിരിക്കുന്നതൊന്നും അത്ര ശരിയല്ല എന്ന് പറയാം. അതൊക്കെ അവർക്ക് അവരുടേതായ എക്സ്ക്യൂസ് അവർ പറഞ്ഞിരുന്നു ഫിറോസൊക്കെ. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. എന്നാലും ഇനി തങ്കച്ചൻ ചേട്ടനും രേണുവും പറയുന്ന സമ്മതിച്ചു കൊടുക്കുക. എറിച്ചിലടിച്ച് ആ ഗ്ലാസ് ഇടാത്തതിൻ്റെ അതിട്ട് കൊടുത്തു ഒക്കെയാണേ പറയാം. പക്ഷെ അച്ഛൻ്റെ ഭാഗത്ത് എങ്ങനെ നോക്കിയാലും ഒരു ഇത് കാണുന്നില്ല. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ എൻ്റെ ചാനലിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ അച്ഛൻ തരികടയാണ്, ജയിലിലാണ്, കാശ് വെട്ടിച്ച്. അത് ആ അച്ഛനെ കുറിച്ച് അത് വേറൊരാളാണ്, അത് ഇങ്ങേരല്ല. അതേക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കുറേശ്ശെ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ശരിക്കും ഇതൊന്നും ഈ അച്ഛൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ രേണുസുതിയെ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരു നല്ല വില കിട്ടുന്ന വസ്തുവാണ് കൊടുത്തത്. പുള്ളി എല്ലാ ചാരിറ്റിയും ചെയ്യുന്ന പോലെ തന്നെ രേണുസുതിക്കും കൊടുത്തു, അത്രമാത്രം. രേണുസുതി അതൊരു സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് അച്ഛനെ അങ്ങ് നാറ്റിച്ച് അച്ഛന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിൽ എത്തിച്ചു. അതൊരു സത്യം തന്നെയാണ്. അതിനിപ്പോൾ ആരെതിർത്താലും അതങ്ങനെയാണ്. പക്ഷേ അത് ഇത്രയും ആദരണീയനായ ഒരു ബിഷപ്പ് നല്ല കാര്യം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതിനെ ഇത്രയും മോശമാക്കിയതിൻ്റെ പുറകിൽ രേണുസുതിക്ക് ഒരു ചെറിയ പങ്കുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കി സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും എല്ലാവരും കൂടെ കൂട്ടി കൊഴുപ്പിച്ചതാണ് കേട്ടോ. അതും ഇതാണ്. പിന്നെ അച്ഛന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്തുനിന്നും ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്നൊക്കെ അറിയാതെ ചില പാകപ്പഴ വന്ന് പിന്നെ അത് വൈറൽ കണ്ടന്റായി അങ്ങനെയൊക്കെ അങ്ങ് പോവുക ചെയ്തത്. പക്ഷെ നന്ദിയേട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കേട്ടു തുടങ്ങാം. ഏകദേശം 28 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്ഥലം നൽകിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് രേണുസുതി ഇങ്ങനെയുള്ള ഒരു പരാമർശം ഉന്നയിച്ചത്. രേണുസുതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ട് ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ. എനിക്ക് എന്ത് വിമർശനങ്ങൾ നേരിട്ടാലും ഞാൻ തുറന്നു പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആര് ലോകത്തിൽ ഒരു ചെറിയ നന്മ ചെയ്താലും നാം അവരെ വേദനിപ്പിക്കണം. ആരെയും നമുക്കൊരു നമുക്ക് നന്മയെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വില കുറഞ്ഞതോ വില കൂടിയതായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരാൾ ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെയോ ആ കുടുംബത്തെയോ ആ സംഘടനയോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ പ്രിയപ്പെട്ട ഈ തങ്കച്ചനും കുടുംബവും രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീയും കൂടെ ചേർന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് ആദരണീയരായി ജീവിക്കുന്ന നിരവധി പേര്, ഇതിന്റെ പിൻപിൽ ആരൊക്കെ നിന്നോ അവരെ മുഴുവനും ശക്തമായ ഭാഷയിൽ അവർ എന്തൊക്കെ പറഞ്ഞു കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുന്ന കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിനൊപ്പം ബിഷപ്പും രേണുസുതി ആയിരുന്നു. അപ്പോൾ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ രേണുസുതിയെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ രേണുസുതി ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പള്ളി പോകുമ്പോൾ കാണാറുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ പുറത്ത് പിന്നെ വളരെ മോശം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ നടന്നത്. അത് അച്ഛനും അച്ഛൻ്റെ ഫാമിലിക്കുമൊക്കെ വളരെ ഇതായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയണം. രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ തലേദിവസം ഇട്ട വീഡിയോയിൽ ആ കുട്ടിയും ആ കുട്ടിയുടെ ചേച്ചിയും കൂടെ കൂടിയിരുന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാം വന്നിരുന്ന് നിങ്ങളുടെ വീട് ചോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക അല്ലെ പരാതിപ്പെടുക എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഈ ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബിഷപ്പ് ഇപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയുന്നുണ്ട്. അച്ഛന്മാർക്ക് വീടുകളിൽ പോകാം, പക്ഷേ ബിഷപ്പുമാർക്ക് ഇവർക്ക് അങ്ങനെ ഒരു വീടും സന്ദർശിക്കാൻ പോകാൻ പറ്റില്ല. വെഞ്ചരിക്കാൻ അങ്ങനെ എന്തോ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വീട് സന്ദർശിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പം രാവിലെ തങ്കച്ചൻ ചേട്ടൻ ആ വഴിയെ പോകുമ്പോൾ ബിഷപ്പിനോട് ഇങ്ങനെ പരാതി പറഞ്ഞു, ഫാൻ വീണു, നെഞ്ചത്തോട്ട് ഫാൻ വീണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഫാൻ വീണു, പിന്നെ വീടെല്ലാം ചോരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പൊതുവെയുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. അപ്പം ഈ വീട് വന്ന് ബിഷപ്പ് കണ്ടിട്ടൊന്നുമില്ല. ഇവർ പറഞ്ഞു അത് നമ്മളാണേലും അങ്ങനെയാണ്, മനുഷ്യരാ, ദൈവം അല്ലല്ലോ. ഇങ്ങനെ കുറേ അധികം കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പം നിങ്ങളത് പരാതിപ്പെടേണ്ടടുത്ത് പരാതിപ്പെടും. ഒന്ന് പോലീസിലോ അല്ലെങ്കിൽ അവർ പണിത് തന്നവരോടോ അല്ലെ ആരോടാണ് പരാതിപ്പെടാനാണ് പറഞ്ഞത്. അത് നേരെ ഇവർ സോഷ്യൽ മീഡിയയാണ് പരാതിപ്പെട്ടത്. പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എയറിലാണ്. അങ്ങനെയാണ് ആ വിഷയം ഉണ്ടായാൽ ആ കൂട്ടത്തിൽ നിന്ന് ബിഷപ്പ് ചതിച്ചിട്ടില്ല എന്ന് ബിഷപ്പ് പറയുന്നുണ്ട്. രേണുസുതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഞങ്ങൾക്കൊപ്പം ഇതെല്ലാം പ്രശ്നമാക്കുക, നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് ചതിച്ചെന്ന്. അങ്ങനെയല്ലെന്നാ. പക്ഷെ ഞാൻ ബിഷപ്പിൻ്റെ വാക്കേ ഇതിൽ ചോദിച്ചത്. കാരണം ദൈവത്തിനോട് സേവ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവർ കല്ല് വെച്ചെന്നോണം പറയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബിഷപ്പൊക്കെ വന്ന്. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയുന്ന കാര്യമാണ് ഇത് കേൾക്കുന്നത്. രേണുസുതിയും തങ്കച്ചേരനും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യമൊക്കെ മായങ്കളിയുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ഇനി അടുത്ത കേൾക്കാം. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു.
ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈശ്വര, അച്ഛനെ തീർക്കാൻ ആരോ ചെന്നിട്ടുണ്ട്. തമാശയായിട്ട് പറയുന്നല്ല, അച്ഛൻ പറയുന്ന കേട്ടോ, വണ്ടിയെ ചെന്നിട്ടുണ്ട്. PR ടീം ആണോ രേണു സുധിക്കെതിരെ? ഒപ്പം PR ടീം ഉണ്ടെന്നൊക്കെ ജനം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പലരും. ഇനിയിപ്പോൾ വീഡിയോ വല്ലതും ചെയ്താൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ വരുമോ അച്ഛനെ തിരക്കാൻ? സത്യത്തിൽ അതിൻ്റെ മറുസൈഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാൾക്ക് ദാനമായിട്ട് സ്വന്തം വസ്തു അവിടെ കിടക്കുന്നതിൽ നിന്ന് 7 സെൻറ്റോ അത്രയും അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു. 10-28 ലക്ഷം രൂപ കിട്ടുന്ന വസ്തു, നല്ല 2 വഴി 2 സൈഡിൽ വഴിയൊക്കെയുള്ള നല്ല വസ്തു ചുമ്മാ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു. ലാസ്റ്റ് അത് പോയി അവസാനം എഴുതി കൊടുത്തതിൻ്റെ പേര് വണ്ടിയിൽ ആൾക്കാർ വന്ന് തട്ടിക്കളയുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോയി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് നമുക്ക് പറയണ്ട. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളരിക്കാപ്പട്ടനാണ് ഇങ്ങനെ. ഇതായിരിക്കാം പഴമക്കാരി. ദാനം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്കേ കൊടുക്കാവുള്ളൂ, പാത്രം അറിഞ്ഞു മാത്രമേ ദാനം ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ പഴഞ്ചൊല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കേൾക്കാം. എന്തായാലും മനനഷ്ട കേസ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിന്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണു സുധി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണു സുധി അവിടെ എന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയില് ഇന്ന സെല്ലിനകത്ത് സുധി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. അപ്പം അച്ഛൻ കേസ് കൊടുക്കുന്നുണ്ട് എന്ന് അച്ഛൻ തീർത്ത് പറയുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞു കേട്ടോ, നേരത്തെ താമസിച്ച വാടക വീടിൻ്റെ കുടിശ്ശിക 13,000 രൂപ കൊടുക്കാനുണ്ട്. ആ വാടക ഓണർ, ഇതെല്ലാം ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരല്ലേ, തെളിവ് സഹിതമാണ് പറയുന്നത്. ആ വാടക ഓണർക്ക് 13,000 രൂപ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മറ്റേ കൊല്ലം സുധിയുടെ സെമിത്തേരി പോയി ചോദിച്ചോളാനാണ് പറഞ്ഞത്. നല്ല മര്യാദയല്ലേ? ഇങ്ങനെ വേണം മര്യാദ കാണിക്കാൻ. അപ്പോൾ ബാക്കി കേൾക്കാം. അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു സംശയം. ആ ഒരു അച്ഛൻ സന്തോഷം എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ പൊൻകുന്നം ജയിലിലാണ് ഇപ്പം കാണിച്ചു കൂട്ടിയ തരികടയൊക്കെ വെച്ച്. ഈ ബിഷപ്പ് വേറെ, ഇത് 2 പേരും ഒന്നാണെന്നുള്ള രീതിയിൽ കമന്റ് ഇടാറുണ്ട്. അയാൾ വേറെയാണ്. അതാണ് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റുക. ആ ബിഷപ്പ് അല്ലേ ഈ ബിഷപ്പ്. കേസ് കൊടുക്കുമെന്ന് പറയുന്നേക്കാം. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണു സുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. സത്യത്തിൽ രേണുസുധിക്കെതിരായിട്ട് പറയല്ലേ, രേണുസുധി കൈകാര്യം ചെയ്തു പോയ വിഷയങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ കൊണ്ട് എല്ലാം ഇട്ട് അലക്കിയത് മറ്റു പലരുടെയും ജീവിതത്തെ ബാധിച്ചു പോയി. രേണുസുധിയെ മാത്രമല്ല, ഇപ്പൊ ഈ ഒരു വിഷയം സ്ഥലം കൊടുത്ത അച്ഛനെ ഒന്നും വലിയ ചർച്ചാ വിഷയമൊന്നും ഇല്ലായിരുന്നു. അതെടുത്തിട്ട് സോഷ്യൽ മീഡിയ പുള്ളിക്കാരത്ത് റീൽസ് ചെയ്യാനും ഷോർട്സ് ചെയ്യാനുമായിട്ട് ഇറങ്ങി. ഉള്ള ചാനലുകാർ മുഴുവൻ, റിയാക്ഷൻ ചാനൽ മാത്രമല്ല, ഇന്റർവ്യൂ എടുക്കുന്ന ചാനലുകാരെല്ലാം പുള്ളിക്കാരത്തിയുടെ പുറകെയായി. പുള്ളിക്കാരത്തിയുടെ കണ്ടന്റ് ചെയ്താൽ റീച്ച് കിട്ടുമെന്നുള്ള ഒരു വിചാരത്തിൽ എല്ലാവരും പുറകെയായപ്പോൾ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രേണുസുധിയുടെ ഇന്റർവ്യൂ എടുത്ത് അതിൻ്റെ പേരിൽ ബലിയാടായവരാണ് ഇവരൊക്കെ. അല്ലെങ്കിൽ ഇവരൊരു സ്ഥലം കൊടുത്തതിൻ്റെ പേര് ഈ അച്ഛനൊക്കെ. ഫിറോസൊക്കെ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മറുപടി പറഞ്ഞ് ചോരുന്നതിൻ്റെ മറുപടി ആങ്കർ ചോദിക്കുന്നു. ആങ്കർ മഴയുള്ളപ്പോൾ വീട്ടിൽ പോയപ്പോൾ നനഞ്ഞെന്ന് പറയുന്നു. ആ ദിവസം മഴ പെയ്തിട്ടില്ലെന്ന് നിമിഷ ബിജോ പറയുന്നുണ്ട്. അങ്ങനെ തെളിവുകൾ എടുക്കലും CBI അന്വേഷണം ഒക്കെയാണ് നടക്കുന്നത്. അവസാനം എന്താണെങ്കിലും അവരൊക്കെ മുന്നോട്ട് വന്നു. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം എന്താണെന്നറിയാം, മരിച്ചു പോയ ഒരാളെ കുറിച്ച് നമ്മൾ മോശം പറയാന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ ശവകുടീരം തോണ്ടി എടുത്ത് അതിൻ്റെ രേണു ഇട്ട് കൊടുക്കുന്ന ഒരു വാചകമാണ്,
വീണ വന്ന് പറഞ്ഞപ്പോൾ രേണുസുതി ഇട്ട് കൊടുത്ത ഒരു വാചകമാണ്. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല, അതൊക്കെ സുധിച്ചേട്ടൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാണ്. അയ്യോ, ഫ്രണ്ട്സിനോട് ചോദിക്കാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകാരങ്ങോട്ട് നെട്ടോട്ടം തുടങ്ങി. അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊല്ലം സുതി കിടന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വെളി വന്നു. ആരുടെ കാര്യങ്ങളൊക്കെ ചരിത്രം അന്വേഷിച്ചും പുറകോട്ട് പോയാലും അല്പം സ്വല്പമൊക്കെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യരാണ്, അല്ല ദൈവമല്ല. എന്നിട്ട് അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി. ഞാൻ അന്നും പറയുന്ന അതിൻ്റെ കാരണക്കാരി രേണുസുതി. അതെവിടെയൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയാൻ പറ്റണം. വീണയെ അറിയോ? എനിക്കറിയില്ല എന്നുള്ള രീതി പറയാതെ വീണയെ അറിയാം, അത് എന്താണേലും കൊല്ലം സുതി പറഞ്ഞ് അറിയാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചായിരുന്നു, അവർ തമ്മിൽ യോജിപ്പില്ല, അവർ പിരിഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു മയത്തിൽ തള്ളിവിടാം. എനിക്കറിയത്തില്ല, അതൊക്കെ വേണേൽ ഫ്രണ്ട്സിനോട് ചോദിച്ചേ. ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കൊല്ലം സുധിയുടെ ഓരോരോ സുഹൃത്തുക്കൾ വന്ന് ഓരോരോ സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ അതിനനുബന്ധിച്ചുള്ള ചില കമൻറ്റുകൾ വന്ന് ചില കമൻ്റൊക്കെ കൊല്ലം സുതി അവർ അവസാനം ആ മനുഷ്യനെ അങ്ങ് മോശക്കാരനാക്കി. അങ്ങേരെ കൊല്ലം സുതി മരിച്ചുപോയ ഒരാളെ വളരെ മോശക്കാരനെ. ഇപ്പറേ ഇത് കൊടുത്ത് ഈ അച്ഛനെ എയറിലാക്കി, ഈ ബിഷപ്പിനെ എയറിലാക്കി, ബിഷപ്പിനെ മോശക്കാരനാക്കി, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവരങ്ങ് കമൻ്റ് ഇടാൻ തുടങ്ങി. അങ്ങേർക്ക് സ്ഥിരതയില്ലാത്തതാണ്, അങ്ങേര് ചതിയനാണ്. രേണുസുതി ലാസ്റ്റ് അങ്ങേര് ചതിയനാണെന്നും പറഞ്ഞു വെച്ചാണ് പോയിരിക്കുന്നത് ബിഗ് ബോസ്. ഫിറോസ് മാത്രമാണ് പിന്നെ കട്ടയ്ക്ക് നിന്നു. പിന്നെ താജ് പത്തനംതിട്ട കട്ടയ്ക്ക് നിന്നു. അവരുടെയൊക്കെ അപ്പനെ വിളിച്ചാലും തിരിച്ചു വിളിഞ്ഞു. പിന്നെ മറുനാടനാണേലും ഒപ്പം നിന്നു. പക്ഷേ ഈ ബിഷപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ ബിഷപ്പിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ അമ്മയും പെങ്ങന്മാരും കുടുംബം, അവർ വേറൊരു ലൈഫല്ലേ, നമ്മളെ പോലെ സാധാരണ ഒരു ലൈഫല്ലല്ലോ ബിഷപ്പൊക്കെ നയിക്കാൻ. അവരെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിട്ട് ഇത്രയും വലിച്ചു കീറി കൊടുക്കണ്ടായിരുന്നു. ഈ ബിഷപ്പിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നമ്മളൊരാളെ അനുഗ്രഹിച്ച് കണ്ണ് നിറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ വരുന്ന ആ കണ്ണുനീര് പോലെയല്ല നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരാൾ കണ്ണുനീര് മേടിച്ച് അത് ശാപമായിട്ട് വലിക്കുന്നു. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏത് ഗ്രന്ഥമല്ല ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ മത പുരോഹിതന്മാരെ, ഇപ്പോൾ പൂജാരിമാരെ ആണെങ്കിലും നമ്മൾ പോയി അനുഗ്രഹം മേടിക്കാറുണ്ട്. ഇപ്പോൾ എഴുത്തിനിരുന്ന് ഒക്ടോബർ മാസമൊക്കെ വരുമ്പോൾ എഴുത്തിനിരുത്തുന്നൊക്കെ നല്ല നല്ല ആൾക്കാരെയൊക്കെ നോക്കിയല്ലേ എഴുത്തിന് പിള്ളേരെ കൊണ്ടിരുന്നത്. അതുപോലെ അനുഗ്രഹം മേടിക്കാറുണ്ട്, കാലെ വണങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നൊരു ശാപവും അവരുടെ കണ്ണീരും കൂടെ ഏറ്റുവാങ്ങേണ്ട കാര്യം ഈ പെങ്കൊച്ചിനുണ്ടായിരുന്നു. വെറുതെ തോണ്ടി ഉള്ള ശാപം എല്ലാം മേടിച്ചു വെക്കുക. ഇനിയിപ്പോൾ എന്താണേലും കണ്ടറിയാം. ഇപ്പം എനിക്കിത് കണ്ടിട്ട് പേടിയാകുന്ന ഇനി PR ടീം നമ്മുടെയൊക്കെ വന്ന് വീട് കയറി തല്ലുമോ എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ ഇടയ്ക്ക് വിമർശിക്കാറുള്ള കൂട്ടത്തിലാണ് രേണുസുതിയെ. ചെയ്യുന്ന തെറ്റ് ഞാൻ പറയും. എനിക്ക് തോന്നിയ തെറ്റാവണമെന്നല്ല, അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാറുണ്ട്. ശരിയാണെന്നും പറയും. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.